ഈ എല്ലാ മാസവും ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ട്. ഞാൻ ലോകത്തെ കാണുന്ന ഞാൻ നിങ്ങളുടെ ഞാൻ 26 പുസ്തകം എഴുതിയ ഒരു വ്യക്തിയല്ലേ. അപ്പം ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് എൻ്റെ ഓരോരോ വിഷയങ്ങൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി കാണുന്ന വിഷയങ്ങൾ ഞാൻ എഴുതും. അപ്പൊ ഈ 15 മാസത്തിൽ ഇനിയും എഴുതും, വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും. അല്ല, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് തന്നെ എനിക്ക് ചിന്തിക്കേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതും. അതൊരു ഒരു 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 വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാൻ എൻ്റെ ഒരു ചുമതലയാണ്. അത് നമ്മൾക്ക് അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ നന്നാക്കേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ മറ്റൊരു വിവാദം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേർണിച്ചർ മേടിക്കാൻ. അതിൻ്റെ ലോജിക്ക് എന്ന് ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, ഈ നാടിനെ നമ്മൾ എങ്ങനെ മെച്ചമാക്കും, അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ്. ഇതേപോലെ സ്റ്റാർട്ടപ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ആര് ഭരണത്തിൽ വന്നാലും അത്യാവശ്യമാണ്. ഞാൻ വേറെ മേഖലയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് UDF മാനിഫെസ്റ്റോയിലെ 2021 തെരഞ്ഞെടുപ്പിൽ ഇട്ടത്. നിങ്ങളതൊക്കെ ശ്രദ്ധ വെച്ചു. ഈ സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കമ്മീഷനല്ല. ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനിൽ അച്ഛനമ്മമാർ, വിദ്യാർത്ഥികൾ, എംപ്ലോയേഴ്സ്, തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത്. നമ്മളുടെ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ ഇരുത്തിയിട്ടൊരു കമ്മീഷൻ വെച്ചിട്ട് അതിൻ്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഓരോരോ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ ഒരു 150 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ ഒന്ന് കണ്ടൊരു വിഷയമുണ്ടാക്കി. പക്ഷേ ഇനിയും ഉണ്ടാകും, ഇനിയും വായിക്കും. ശ്രദ്ധയോട് കാത്തിരുന്നോളൂ. ഇനി ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? 15 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ്. ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, സംസാരിക്കാൻ അവസരം.